നോബൽ മാരിക്കാരൻ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്, റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് KCക്കൊപ്പം MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ പട്ടിക പുറത്തായിരിക്കുന്നു. AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലെ ലിസ്റ്റിന്റെ ഫോട്ടോ പുറത്തുവിട്ടിരിക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസ്. സന്ദീപ് വാര്യർ, T സിദ്ദീഖ്, സജീവ് ജോസഫ്, ഉഷാ വിജയൻ, TO മോഹനൻ എന്നിവർ KCക്കൊപ്പമാണ്. IC ബാലകൃഷ്ണൻ KCക്കും RCക്കും പിന്തുണ നൽകിയെന്ന് ലിസ്റ്റിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. റോഷിപാൽ തുടരുന്നു. റോഷിപാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസും പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടതാണെങ്കിലും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അഡ്വക്കേറ്റ് TO മോഹനൻ KC എന്ന് എഴുതുന്നു. സന്ദീപ് വാര്യർ KC, K നീലകണ്ഠൻ ആരുടെ പേരാണ് രേഖപ്പെടുത്തിയതെന്ന് വ്യക്തമല്ല. TO മോഹനൻ KC, സണ്ണി ജോസഫ് KC, ഉഷാ വിജയൻ KC, IC ബാലകൃഷ്ണൻ KC പ്ലസ് RC, അഡ്വക്കേറ്റ് T സിദ്ദീഖ് KC. ഇവിടെ ഒന്നും തന്നെ VDയുടെ പേരെ കാണുന്നില്ല. ഈ ലിസ്റ്റിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതിൽ 6 പേരുടെ പേരുകൾ വരുമ്പോൾ 6-7 പേരുടെ പേരുകൾ വരുമ്പോൾ അതിൽ KC എന്ന് മാത്രമേ ഉള്ളൂ. റോഷിപാൽ. അരുൺകുമാർ, ഇന്നലെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്നും MLA-മാരുടെ അഭിപ്രായം തേടിയതിനു ശേഷം നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും പുറത്തിറങ്ങുമ്പോഴാണ് ഇന്ത്യൻ എക്സ്പ്രസിലെ ഫോട്ടോഗ്രാഫറായ BP ദീപു ഇത്തരമൊരു ചിത്രം പകർത്തിയത്. BP ദീപു പകർത്തിയ ചിത്രം അത് സൂം ചെയ്തപ്പോഴാണ് അതിൽ കൃത്യമായി പട്ടിക മനസ്സിലാകുന്നത്. അത് MLA-മാരുടെ അഭിപ്രായം അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടന്ന കൂടിക്കാഴ്ചയിൽ രേഖപ്പെടുത്തിയ അഭിപ്രായമാണ്. അത് ഏറ്റവും സുപ്രധാനമാണ്. നമ്മൾ ആദ്യത്തെ പേജിന്റെ ഒരു ഭാഗം മാത്രമാണ് കാണുന്നതെങ്കിലും ഇവരൊക്കെ പിന്തുണച്ചിരിക്കുന്നത് KC ആണെന്ന് മനസ്സിലാകുന്നു. കാരണം ഇത് KC വേണുഗോപാൽ വിഭാഗം അവകാശപ്പെട്ട പിന്തുണ തന്നെയാണ്. അതിൽ സന്ദീപ് വാര്യർ KC വേണുഗോപാൽ വിഭാഗം തന്നെയാണ്. സജീവ് ജോസഫ് വളരെ നേരത്തെ തന്നെ KCയുടെ വിശ്വസ്തനും ഒരുപക്ഷെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ KC വേണുഗോപാൽ മത്സരിക്കാൻ സാധ്യതയുള്ളത് ഇരിട്ടി മണ്ഡലത്തിൽ. സജീവ് ജോസഫ് അവിടെ നിന്നും രാജിവെച്ച KC വേണുഗോപാലിന് മത്സരിക്കാനുള്ള വഴിയൊരുക്കും എന്ന അഭ്യൂഹമാണുള്ളത്. TO മോഹനൻ, സണ്ണി ജോസഫ്, ഉഷാ വിജയൻ, അതിനൊപ്പം IC ബാലകൃഷ്ണൻ. അത് IC ബാലകൃഷ്ണൻ എല്ലാ കാലത്തും രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായിരുന്നു. പക്ഷേ IC ബാലകൃഷ്ണൻ ആദ്യത്തെ പേരായി അവിടെ KCയും രണ്ടാമത്തെ പേരായി രമേശ് ചെന്നിത്തലയുടെ പേരും കൊടുത്തു എന്നാണ്. T സിദ്ദീഖും KCയുടെ ഏറ്റവും വ്യക്തതയുള്ള ആളാണ്, കൂടെയുള്ള ആളാണെന്ന് നമുക്കറിയാവുന്നതാണ്. ആദ്യത്തെ പേജിലെ പ്രധാനപ്പെട്ട ഇത്രയും ആളുകളുടെ പേര് നോക്കുമ്പോൾ അത് KC വേണുഗോപാലിന് പിന്തുണ. അപ്പോൾ KC വേണുഗോപാൽ അവകാശപ്പെട്ടതുപോലെ 48 MLA-മാരുടെ പിന്തുണ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. അവർ രഹസ്യമായി രേഖപ്പെടുത്തിയ ഡോക്യുമെന്റാണ്. അത് AICCയുടെ മുന്നിൽ, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മുന്നിൽ മാത്രമേ ആ ഡോക്യുമെന്റ് കാണിക്കാൻ പാടുള്ളൂ. പക്ഷേ തിരക്കിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ അശ്രദ്ധമായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ചിത്രം പകർത്തപ്പെടുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും മുകുൾ വാസ്നിക്ക് കരുതിയിട്ടുണ്ടാകില്ല. കാരണം ഏറെ വൈകി അടുത്ത കൂടിക്കാഴ്ച ഘടകകക്ഷി നേതാക്കളുമായിട്ടായിരുന്നു. ഘടകകക്ഷി നേതാക്കൾ ഇവരെ കാത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്നും മുകുൾ വാസ്നിക്കും അജയ് മാക്കനും അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് തിരിച്ചത്. ആ ഘട്ടത്തിലാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫോട്ടോഗ്രാഫർ BP ദീപു ഈ ചിത്രം പകർത്തിയത്. ആ ചിത്രം സൂം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പട്ടികയിൽ ആരൊക്കെ പിന്തുണച്ചു KC വേണുഗോപാലിനെ, ആരൊക്കെ VD സതീശനെ, ആരൊക്കെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുവെന്ന് വ്യക്തമാകുന്നത്. ഏറ്റവും നിർണായകമായ ഒരു രേഖയായി ഇത് മാറുന്നു. വളരെ പ്രധാനപ്പെട്ട അതിലെ കൗതുകകരമായ കാര്യം KPCC പ്രസിഡന്റ് തന്നെ KCയെ പിന്തുണച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇനിയിപ്പോ അതിനകത്ത് രഹസ്യാത്മകതയില്ല. KC ഒരേ ഒരാൾ മാത്രമാണ് രണ്ടുപേരെ പിന്തുണച്ചിരിക്കുന്നത്. അത് IC ബാലകൃഷ്ണനാണ്. IC ബാലകൃഷ്ണൻ അപ്പോഴും VDയെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ആദ്യത്തെ പേരിൽ ഇപ്പോൾ T സിദ്ദീഖ് പഴയ A ഗ്രൂപ്പിന്റെ ഭാഗമാണ്, KCയാണ് പിന്തുണച്ചിരിക്കുന്നത്. TO മോഹനൻ സുധാകരന്റെയും ഒപ്പം സുധാകരൻ ആശീർവദിച്ചു വന്നയാളാണ്. അപ്പോൾ TO മോഹനും പറയുന്നത് KC മതി എന്നാണ്. അതായത് കണ്ണൂർ മണ്ഡലത്തിന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സന്ദീപ് വാര്യർ നേരത്തെ തന്നെ KCയാണ്. K നീലകണ്ഠൻ ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ VDയുടെ പ്രിഫറൻസ് നമ്മൾ കാണുന്ന ഈ രേഖയിലില്ല. മുഖ്യമന്ത്രി കസേരയിലേക്ക് സംസ്ഥാനത്തെ KPCCയുടെ അധ്യക്ഷനടക്കം KCയാണ് പിന്തുണച്ചിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആ അർത്ഥത്തിൽ KCയെ സംബന്ധിച്ച് KC അവകാശപ്പെടുന്നത് പോലെ 45 പേരുടെയൊക്കെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ കാണുന്ന ലിസ്റ്റിൽ പോലും കൂടുതൽ പ്രാധാന്യം KCക്കാണ് നൽകിയിരിക്കുന്നത്. KCക്കൊപ്പം RCയുടെ പേര് ഒരേ ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ, അത് IC ബാലകൃഷ്ണനാണ് എന്നുള്ളതാണ്.
എന്തായാലും അത് നൽകുന്നത് വ്യക്തമായ സൂചനയാണ് അല്ലേ? അരുൺകുമാർ, സംശയമില്ല. ഇതിൽ തന്നെ ആദ്യത്തെ പേര് നീലകണ്ഠനാണ്. ഉദുമയിലെ സ്ഥാനാർത്ഥിയായ നീലകണ്ഠൻ, ഉദുമയിൽ നിന്ന് വിജയിച്ച നീലകണ്ഠൻ സത്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനാണ്. നീലകണ്ഠന്റെ പിന്തുണ രമേശ് ചെന്നിത്തല പ്രതീക്ഷിക്കുകയും ചെയ്തതാണ്. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ കുറച്ച് MLA സ്ഥാനാർത്ഥികളെ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിൽ പ്രധാനിയാണ് നീലകണ്ഠൻ. ആ നീലകണ്ഠൻ അതിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. നീലകണ്ഠൻ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട കോളത്തിൽ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്വതന്ത്രമാണ്, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന അഭിപ്രായമായിരിക്കാം നീലകണ്ഠൻ രേഖപ്പെടുത്തിയത് എന്ന സൂചനയുണ്ട്. ഏതായാലും ആ കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം ആ ചിത്രത്തിൽ നീലകണ്ഠന്റെ കോളത്തിൽ, നീലകണ്ഠൻ അഭിപ്രായം പറയേണ്ട കോളത്തിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീലകണ്ഠൻ ഒരുപക്ഷെ ഒന്നും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകില്ല. നീലകണ്ഠന്റെ അഭിപ്രായം ആർക്കും ഒപ്പമല്ല, ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തെ അനുകൂലിക്കുന്നതാകാം. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമായി അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ BP ദീപു എന്ന ആ ഫോട്ടോഗ്രാഫറുടെ ചിത്രം അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി കേരളം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിൻ്റെ സൂചന ആ ഫോട്ടോയിലുണ്ട് അരുൺകുമാർ. കാരണം BP ദീപുവിൻ്റെ ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ചർച്ചയിൽ ഏറ്റവും, ഈ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചിത്രമായി നമുക്കിതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം ഇപ്പോഴും രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ആ രേഖയുടെ ഒരു ഭാഗം BP ദീപുവിന്റെ ക്യാമറ കണ്ണുകൾ പകർത്തിയെടുത്തു എന്നതാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യം. നിലവിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ ആ സ്ഥാനം ഒഴിയും. പക്ഷേ KPCC പ്രസിഡന്റ് അടക്കം പിന്തുണച്ചിരിക്കുന്നത് KC ആണ് എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമില്ലേ? MLA എന്ന നിലയ്ക്ക് മാത്രമല്ലല്ലോ, KPCC പ്രസിഡന്റ് നിലയിൽ കൂടിയല്ലേ ഇപ്പോൾ സണ്ണി ജോസഫ് ഉള്ളത്. അരുൺകുമാർ, അത് അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് MLA, KPCC പ്രസിഡന്റ് അപ്പുറത്തേക്ക് സണ്ണി ജോസഫ് എന്ന MLAക്ക് സ്വതന്ത്രമായി അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് രഹസ്യമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുന്നതാണ്. സണ്ണി ജോസഫോ ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്തിയവരോ ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെ ഇതിൻ്റെ രേഖ പുറത്തേക്ക് വരുമെന്ന് അവർ കരുതിയിട്ടുണ്ടാകില്ല. മാത്രവുമല്ല, താൻ ആർക്ക് വേണ്ടിയാണ് പറഞ്ഞതെന്ന് ആരും അറിഞ്ഞിട്ടുണ്ടാകില്ല എന്ന വിശ്വാസത്തിലാണ് അവർ സ്വതന്ത്രമായി അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ രേഖ പുറത്തു വരുമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ വേണമെങ്കിൽ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ സണ്ണി ജോസഫിന് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാം. പക്ഷേ MLA എന്ന നിലയിൽ നിയമസഭാ കക്ഷി യോഗത്തിൽ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാനുള്ള ഒരു അവകാശം സണ്ണി ജോസഫിനുണ്ട്. അത് KPCC അധ്യക്ഷനായിട്ടല്ല നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് സണ്ണി ജോസഫ് എത്തുന്നത്, പേരാവൂരിന്റെ MLA ആയിട്ടാണ്. അപ്പോൾ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ ആരെ നയിക്കണം എന്ന കാര്യത്തിൽ സണ്ണി ജോസഫിന് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ കഴിയും. അവിടെ സണ്ണി ജോസഫ് ബാലൻസ് ചെയ്ത് അഭിപ്രായം പറയേണ്ട സാഹചര്യമില്ല. സ്വാഭാവികമായും KC വേണുഗോപാലുമായി ഏറെ അടുപ്പമുള്ള ഒരു നേതാവ് എന്ന നിലയിൽ സണ്ണി ജോസഫ് KC വേണുഗോപാലിന്റെ പേര് തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് പ്രധാനമാണ്. KPCC അധ്യക്ഷൻ പോലും അവിടെ KC വേണുഗോപാലിനെ പിന്തുണച്ചിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കൃത്യമായ സൂചന കൂടിയാണ്. ഇത് ആദ്യത്തെ പേജിന്റെ ഏതാണ്ട് പകുതി മാത്രമേ ഉള്ളൂ. ആദ്യത്തെ പേജിലെ ഏതാണ്ട് T സിദ്ദിഖ് വരെയുള്ള MLA പേര് മാത്രമാണ്. അതിൻ്റെ തൊട്ടുതാഴെ KM അഭിജിത്തൊക്കെ ഉണ്ട്. KM അഭിജിത്ത് ഉണ്ട്, K പ്രവീൺകുമാറുണ്ട്, VT ബൽറാമുണ്ട്. അതിൻ്റെയൊക്കെ താഴോട്ട് പേരുണ്ട്. പക്ഷേ നമുക്ക് അവരുടെയൊന്നും ആ മൊബൈൽ ഫോൺ ഇതിൽ സത്യത്തിൽ ആ മൊബൈൽ ഫോൺ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാകുമായിരുന്നു. മുഗൾ വാസ്നിക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ അവിടെ വെച്ചതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ പട്ടികയിലെ ബാക്കി മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ കൃത്യമായി അറിയാൻ കഴിയുമായിരുന്നു. ആദ്യത്തെ പേജിൽ ഉള്ള ഏതാണ്ട് MLA അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത വരും. ഈ T സിദ്ദിഖ്, KM അഭിജിത്ത് A ഗ്രൂപ്പാണ്, MK രാഘവൻ്റെ വിശ്വസ്തനാണ്. സ്വാഭാവികമായും KC വേണുഗോപാലിന് ഒപ്പം നിൽക്കാൻ സാധ്യതയുള്ള ആളാണ്. അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ അങ്ങനെ തന്നെയാണ്. പക്ഷേ VT ബൽറാമിന് അത്രത്തോളം വ്യക്തതയില്ല എവിടേക്ക് ആയിരിക്കും അഭിപ്രായം രേഖപ്പെടുത്തിയതെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ മൊബൈൽ ഫോൺ ഉണ്ടായി. ഏതായാലും ഇതൊരു സൂചനയാണ് അരുൺകുമാർ, ആരായിരിക്കും.